വിദേശത്ത് പോയി ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്ന പ്രക്രിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത്, ലോക്സഭ സമ്മേളിക്കുന്ന സമയത്താണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ജർമ്മനിയിലേക്ക് പോയത്. ബെർലിനിലെ ഹെർട്ടി സ്കൂളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണം അത് വളരെ വിവാദമായിരിക്കണം. അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത് ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനം അത് വിശ്വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് മുഴുവൻ അത് BJPക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു, അത് ശരിയാണ്, ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടില്ല. ബ്രസീലിയൻ യുവതി 21 തവണ വോട്ട് ചെയ്തു, ഒരു സ്ത്രീ 200 തവണ വോട്ട് ചെയ്തു, ഇതൊക്കെ ഞാൻ തെളിയിച്ചതാണ് എന്ന് അദ്ദേഹം വിദേശത്ത് പോയിട്ട് പറയാണ്. അപ്പൊ ഇന്ത്യക്കെതിരായിട്ടുള്ള ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനമൊക്കെ മോശമാണ് എന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയി പുറത്തുപോയി പറയുന്ന ഒരു പ്രക്രിയയാണ്. അതിപ്പോ നേരത്തെ തന്നെ അദ്ദേഹം ഇന്ത്യ വിരുദ്ധ പ്രചരണം പല വിദേശ രാജ്യത്ത് പോയി നടത്തിയിരുന്നു. ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ബെർലിനിലെ ഏറ്റവും ഒടുവിലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണത്തിലൂടെ മനസ്സിലാവുന്നത്. അദ്ദേഹം എന്തൊക്കെയാ പറയുന്നത്? അതായത് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അദ്ദേഹം പറയുന്ന ഒന്ന് CBI, അതേപോലെ തന്നെ IB, ED, ഇതൊക്കെ തന്നെ ഗവൺമെന്റിന്റെ വക്താക്കളായിട്ട് മാറിയിരിക്കണം. അദ്ദേഹം ചോദിക്കുന്നു, ED ഏതെങ്കിലും BJP നേതാവിനെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഗവൺമെന്റ് എതിർക്കുന്ന ആൾക്കെതിരെ മാത്രമേ കേസെടുക്കുന്നുള്ളൂ തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ IBയെയും അദ്ദേഹം വിമർശിക്കുന്നു, CBIയെ വിമർശിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളെയും അദ്ദേഹം പുറത്തു പോയിട്ട് വിമർശിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന എന്താണ്, ഇവിടെ ഒന്നും നടക്കുന്നില്ല, വികസനം ഒന്നും നടക്കുന്നില്ല, ഉൽപാദനം ഒന്നും നടക്കുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദന ശക്തി അമേരിക്കയായിരുന്നു, ഇപ്പോഴത് ചൈനയായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിൽ ഉൽപാദനം നടന്നിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യം തന്നെ നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ചൈനയെ അദ്ദേഹം പ്രകീർത്തിക്കുന്നു, ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സ്വാഭാവികമായും BJP ഇതിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നു. BJP പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു ഇന്ത്യയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ല, ഇന്ത്യയിലെ ആന്റി ഇന്ത്യ പ്രൊപ്പഗണ്ടിസ്റ്റ് ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, പുറത്തു പോയിട്ട് ഇന്ത്യ ഗവൺമെന്റിനെ വിമർശിക്കുകയാണ്. അദ്ദേഹം ചൈനയെ പുകഴ്ത്തുന്നു, ഇന്ത്യയെ വിമർശിക്കുന്നു. ഇതാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ പ്രതിപക്ഷ ഐക്യനിരയിലൊന്നും യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ ഇപ്പോഴും ടാക്ടിക്കൽ വോട്ടിംഗ് നടത്തുന്നുണ്ട്. പൊതുവായുള്ള കാര്യം, പ്രതിപക്ഷത്തെ വിവിധ പാർട്ടികളാണെങ്കിലും ഞങ്ങളൊരു ഇന്ത്യ സഖ്യമാണ്. ഞങ്ങളുടെ പൊതുവായ കാര്യം, ഞങ്ങൾ എല്ലാവരും RSSന്റെ ഐഡിയോളജി എതിർക്കുന്നു. അപ്പം RSSന്റെ ഐഡിയോളജിയെ എതിർക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ സഖ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ പറ്റുന്നുണ്ട്. ഇലക്ഷൻ മാത്രമല്ല കാര്യം, അല്ലാതെ തന്നെ എല്ലാ വിഷയങ്ങളിലും പൊതുവായ ഒരു വിഷൻ ഉണ്ടാക്കുക. ഈ ഇന്ത്യയെ ഇപ്പോഴുള്ള സർക്കാർ കൊണ്ടുപോകുന്നതിൽ വ്യത്യസ്തമായ ഒരു വിഷനിലൂടെയാണ് ഞങ്ങൾ ഇന്ത്യയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണിത്. ഇത് ഇലക്ഷൻ മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതേസമയത്ത് BJP ഇതിനെ അതിശക്തമായിട്ട് വിമർശിക്കുന്നു. ഓരോ അവസരത്തിലും സ്വന്തം രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനാണ്, പ്രത്യേകിച്ച് പുറത്തു പോയിട്ട്. രാജ്യത്തിനകത്ത് നിന്ന് ഒരു പക്ഷേ പാർട്ടികൾക്ക് വിമർശിക്കാം, പക്ഷെ രാജ്യത്തിന് പുറത്തു പോയാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭരണകൂടത്തെയോ ഭരണ സംവിധാനത്തെയോ ഭരണഘടനാ സ്ഥാപനങ്ങളെ വിമർശിക്കാറില്ല. അങ്ങനെ രാജ്യത്തിന് പുറത്തു പോയിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ വിമർശിക്കുന്ന നടപടിയാണ് രാഹുൽ ഗാന്ധി തുടരുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്.